അങ്ങനെ 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഗുഹയിൽ താമസിച്ചു. അസ്മാ ബിന്തു അബീ ബക്കർ റളിയല്ലാഹു അൻഹ, നമ്മൾ മുമ്പ് അവരെ എന്ന് പറഞ്ഞു, ദാത്തുൻ നിതാഖ് അല്ലെങ്കിൽ ദാത്തുൻ നിതാഖൈൻ, 2 അരപ്പട്ടയുള്ളവൾ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ സാമഗ്രികൾ കെട്ടാൻ കയറ് അല്ലെങ്കിൽ കെട്ടുന്ന ഒരു വള്ളി തികയാതെ വന്നപ്പോൾ സ്വന്തം അരപ്പട്ട അത് മുറിച്ച് 2ആക്കി റസൂലിൻ്റെ ഒട്ടകത്തിലെ യാത്രാ സാമഗ്രികൾ കെട്ടിക്കൊടുത്ത മഹതിയായിരുന്നു അദ്ദേഹം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ് അസ്മാ ബിന്ത് അബീ ബക്കർ. വളരെ മഹത്വമുള്ള ചരിത്രത്തിൽ പിന്നീടും കടന്നു വരുന്ന സ്വഹാബി വനിതയാണ് അസ്മാ ബിന്ത് അബീ ബക്കർ. അസ്മാ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അവരുടെ ഭർത്താവാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ റസൂൽ ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഗർഭിണിയായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മദീനയിലെത്തി മദീനയിലെ യഹൂദികൾ മുസ്ലിങ്ങൾക്കിനി മക്കളുണ്ടാവില്ല എന്ന് ഒരു ശാപം പോലെ പറഞ്ഞു നടന്നിരുന്നു. മുസ്ലിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. അങ്ങനെ ആദ്യം മദീനയിലെത്തി മുഹാജിരിങ്ങൾക്ക് ജനിക്കുന്ന മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടി അബ്ദുല്ലാഹി ബിൻ സുബൈർ. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, മുഹാജിറുകൾ. കാരണം യഹൂദികളുടെ വാദം അതോടുകൂടി പൊളിഞ്ഞു എന്നതുകൊണ്ട്. അങ്ങനെ മുഹാജിരിങ്ങളിൽ നിന്ന് ആദ്യമായി മക്കയിലെത്തി ജനിക്കുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ എന്ന നിലക്കും അല്ലാതെയും ഒക്കെ ചരിത്രത്തിൽ പിന്നീട് കടന്നു വരികയും ഒരുപാട് മഹത്വങ്ങൾ ശ്രേഷ്ഠതകളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മഹതി കൂടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വന്തം സഹോദരിയായ അസ്മാ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളില്ലായിരുന്നു എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളില്ല. പക്ഷെ അവർക്കൊരു വിളിപ്പേരുണ്ട്. സാധാരണ മക്കളെ ചേർത്ത് അറബികൾ വിളിക്കാറുള്ള കാര്യം നമുക്കറിയാം. ഒരാൾ മകൻ അബ്ദുള്ള എന്നാണെങ്കിൽ വാപ്പയെ അബു അബ്ദില്ല, അബ്ദുള്ളയുടെ ഉപ്പ എന്ന നിലക്ക് വിളിക്കും. അതുപോലെ തന്നെ ഉമ്മയും അങ്ങനെ വിളിക്കും, ഉമ്മു അബ്ദില്ല, അബ്ദുള്ളയുടെ ഉമ്മ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിളിപ്പേര് ഉമ്മു അബ്ദില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പേര് അബുൽ ഖാസിം എന്നാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിളിപ്പേര് ഉമ്മു അബ്ദില്ല എന്നാണ്. അതിന് കാരണം അവരുടെ സഹോദരിയുടെ മകനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ അടുത്ത കുടുംബം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിട്ട് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം എന്ന് നമുക്കറിയാമല്ലോ. ആ ഒരു കുടുംബമായിട്ട് റസൂലുള്ളാഹിന് അത്ര ബന്ധമുണ്ടായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ, മകൻ അബ്ദുല്ലാഹി ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ആ കുടുംബം റസൂലിൻ്റെ അടുത്ത കുടുംബമായിരുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇത്രത്തോളം അടുത്ത മറ്റൊരു കുടുംബം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. വളരെ ചുരുക്കം ആളുകൾക്കാണ് ഇത്രത്തോളം അടുത്ത് റസൂലുമായി പെരുമാറാനുള്ള ഭാഗ്യം, റസൂലിനോടൊപ്പം അത്ര സ്വാതന്ത്ര്യവും ആ രൂപത്തിലുള്ള റസൂലിൻ്റെ പരിഗണന നമുക്ക് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായത് വളരെ ചുരുക്കം ആളുകൾ പിന്നീടും ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ് തയ്യാറാക്കിയതനുസരിച്ച് അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്ത് ഒട്ടകങ്ങളുമായി അവിടെ എത്തി. എന്നാൽ ഇതേ സമയം മക്കയിൽ എന്ത് നടന്നു എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. ഈ 3 ദിവസം മക്കയിൽ എന്താണ് നടന്നത്? റസൂൽ രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായി ഉറപ്പായ ഖുറൈശികളെ അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. റസൂലിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിച്ചത്. റസൂൽ പോയി കഴിഞ്ഞ് മക്കക്കാരെന്ത് ചെയ്തു? രാവിലെ ഉണർന്നെഴുന്നേറ്റത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് കണ്ടപ്പോൾ മക്കക്കാർക്ക് അപ്പോഴാണ് ഫുള്ളായിട്ട് കാര്യം മനസ്സിലായത് എന്ന് നമ്മൾ പറഞ്ഞു വച്ചിരുന്നു. അങ്ങനെ അവർ പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ കഴിയുമോ എന്നർത്ഥത്തിൽ അലി റളിയല്ലാഹുവിനെ പിടിച്ചു വലിച്ച് കഅബയുടെ അടുത്തേക്ക് കൊണ്ടുപോകും, അദ്ദേഹത്തെ വലിച്ചിഴക്കും, അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് എന്ന് ചോദിക്കും. കുറച്ച് സമയം അദ്ദേഹത്തെ അവർ തടങ്കലിലാക്കി വെക്കും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവസാനം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നൊന്നും കിട്ടില്ല, വിവരങ്ങളൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് അവർ നേരെ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ടുണ്ടെന്ന് അവർക്ക് അറിയില്ലല്ലോ. അവിടെ പോയി വാതിൽ മുട്ടി. അബൂജഹൽ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. വാതിൽ തുറന്ന അസ്മാ റളിയല്ലാഹു അൻഹയോട് അവർ ചോദിച്ചു, എവിടെ അബൂബക്കർ? അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി ലാ അദ്രി വല്ലാഹി ഐന അബി, എൻ്റെ ഉപ്പ എവിടെയെന്ന് എനിക്ക് തന്നെ അറിയില്ല, അള്ളാഹു ആണ് സത്യം. അബൂജഹലിന് അറിയാം, വളരെ കൃത്യമായി അറിയാം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാതെ, അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് മനസ്സിലായി, അദ്ദേഹം ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകില്ല, അദ്ദേഹം ഉറപ്പായും എവിടെയുണ്ട് എന്ന് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം. അബൂജഹൽ ചെയ്തത് അസ്മാ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് മഹദിയുടെ കമ്മൽ ആ അടിയിൽ തെറിച്ചു പോയതായി നമുക്ക് കാണാൻ കഴിയും. അബൂജഹൽ എന്ന് പറയുന്ന നികൃഷ്ടനായ മനുഷ്യൻ ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിരോധവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയി എന്നതിലുള്ള അരിശവും ഒക്കെ അയാൾ തീർത്ത ഒരു രൂപമാണ് നമ്മളിവിടെ കണ്ടത്. പിന്നീടാണ് അവർ ഉടനെ തന്നെ മീറ്റിംഗൊക്കെ വിളിക്കുകയും മക്കയിലേക്കുള്ള എല്ലാ പോകാനുമുള്ള വഴികളുമൊക്കെ ആളുകളുടെ നിരീക്ഷണത്തിലാക്കുകയും പിന്നെ 100 ഒട്ടകങ്ങൾ പാരിതോഷികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 100 ഒട്ടകങ്ങൾ ഓരോ തലയ്ക്കും, നബിയുടെ തലയ്ക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയ്ക്കും, അവരെ ജീവനയോടെയോ അല്ലെങ്കിൽ കൊന്നോ കൊണ്ടുവരിക എന്നതായിരുന്നു ഏൽപ്പിച്ച ദൗത്യം. അങ്ങനെ ആര് കൊണ്ടുവന്നാലും, ആരായിരുന്നാലും, മക്കയിലുള്ള ഏതാളായിരുന്നാലും ഒന്നുകിൽ ജീവനോടെ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വധിച്ച് അവരെ ആ കൃത്യം നിർവഹിക്കുന്ന ആളുകൾക്ക് ഓരോ ആൾക്ക് പകരമായി 100 ഒട്ടകങ്ങൾ എന്നവർ വാഗ്ദാനം ചെയ്തു. 100 ഒട്ടകങ്ങളുടെ വ്യാപ്തി എത്രത്തോളം മൂല്യമുണ്ടായിരുന്നു എന്നത് നമുക്കിന്ന് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ടാകും. പക്ഷേ അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പാരിതോഷികമാണ് അത് എന്ന് പറയുന്നത്. വളരെ വലുത്. ഒരു സാധാരണ ഒരു മക്കയിലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം 100 ഒട്ടകങ്ങൾ ഒറ്റയടിക്ക് പാരിതോഷികമായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തും നോക്കാതെ പിന്നീടൊന്നും ചിന്തിക്കാതെ ഇറങ്ങിപ്പുറപ്പെടാൻ മാത്രമുള്ള വലിയ ഒരു സമ്മാനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അന്ന് പല ആളുകളും, ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് ഇറങ്ങിത്തിരിച്ചു എന്ന് കാണാൻ കഴിയും. കഴിയുന്ന ആളുകളൊക്കെ ഇവരെ രണ്ടുപേരെയും പിടിക്കണം എന്ന ഉദ്ദേശത്തിൽ ഇറങ്ങിത്തിരിച്ചു. ഈ അറബികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം അറബികൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കിക്കൊടുത്ത കുറേ കഴിവുകളുണ്ട്. ഉദാഹരണത്തിന് എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് തന്നെ അവരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും വളരെ വളരെ നല്ല ശക്തിയുള്ളതായിരുന്നു, മൂർച്ചയേറിയതായിരുന്നു, നല്ല ഓർമ്മശക്തി. അതുപോലെ തന്നെ അവർക്ക് മരുഭൂമിയിൽ കൃത്യമായൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും മറ്റുള്ള പ്രകൃതിയിലെ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വഴി കണ്ടെത്തുക അതവർക്ക് വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നായിരുന്നു. എല്ലാ അറബികൾക്കും യാത്ര ചെയ്യുന്ന സഞ്ചാരപ്രിയരാണ് അറബികൾ ഒരിക്കലും ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുക എന്ന പതിവ് അവർക്കില്ല. ഈ അടുത്ത കാലത്താണ് സൗദി അറേബ്യ സ്ഥാപിക്കുമ്പോൾ പോലും 1932 ശേഷം സൗദി അറേബ്യയുടെ ആദ്യത്തെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് നാടോടികളായ അറബികളെയൊക്കെ ഒരു സ്ഥലത്ത് വീടുണ്ടാക്കി കൊടുത്ത് താമസിപ്പിക്കാൻ ശ്രമിച്ച ബുദ്ധിമുട്ടുകളൊക്കെ സൗദി അറേബ്യയുടെ സ്ഥാപന ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ സഞ്ചാരപ്രിയരായിരുന്ന അറബികളെ ഒരു സ്ഥലത്ത് ഒരു നാട്ടിൽ സ്ഥിര താമസക്കാരാക്കുക എന്നത്. അപ്പോൾ അവർക്ക് വഴികൾ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ നടന്നു പോയ ഒരാളെ പിന്തുടർന്ന് ചെല്ലാനുള്ള മറ്റ് തെളിവുകളൊക്കെ ഉപയോഗിച്ച് ഒരാളെ പിന്തുടർന്ന് ചെല്ലുക, അതിന് അറബിയിൽ ഖയാഫ എന്നാണ് പറയുക. അഥവാ ഒരാൾ നടന്നു പോയ വഴി അയാളുടെ മറ്റു കാര്യങ്ങൾ, ഒട്ടകത്തിൻ്റെ കാഷ്ടം അതുപോലുള്ള സംഗതികൾ ഉപയോഗിക്കുക, അയാളുടെ കാലടിപ്പാടുകൾ തന്നെ പിന്തുടരുക, മറ്റു പല സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പോയ വഴി പിന്തുടർന്ന് കണ്ടെത്താൻ അറബികൾക്ക് പൊതുവേ കഴിവുണ്ട്. ചില ആളുകൾ അതിനിപുണരായ ആളുകളുമുണ്ട്, വളരെ കൃത്യമായി വഴി കണ്ടെത്താൻ അറിയുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളൊക്കെ അന്ന് ഇറങ്ങി പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിടിക്കണം. അവസാനം നമുക്ക് കേട്ടുപരിചയമുണ്ടാകും, സൗർ ഗുഹയുടെ അറ്റത്ത് വരെ അവരെത്തി. മക്കയിലുള്ള അതിനിപുണരായ റസൂലിനെ പിന്തുടർന്നെത്തിയ ആളുകൾ സൗർ ഗുഹയുടെ അത്രത്തോളം സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച, കാൽപ്പാടുകൾ പോലും മായ്ച്ചു കളയാൻ പരിശ്രമിച്ചിട്ട് പോലും സൗർ ഗുഹയുടെ അടുത്ത് വരെ അവരെത്തി എന്നുള്ളതാണ്. ആ ഗുഹയ്ക്കുള്ളിലേക്ക് നോക്കുക എന്നത് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ആ ഗുഹയുടെ തൊട്ടടുത്ത് വരെ അവരെത്തുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രംഗം വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഗുഹയ്ക്കുള്ളിലിരിക്കുകയാണ്. ഞാനിങ്ങനെ തല ഉയർത്തി നോക്കി. ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ ഗുഹയുടെ ആ വശത്തുകൂടി എനിക്ക്, ആ ഗുഹയുടെ വശത്തുകൂടി എനിക്ക് കാണാൻ കഴിയുന്നത് ശത്രുക്കളുടെ കാലുകളാണ്. ശത്രുക്കൾ ഇങ്ങനെ നടക്കുന്ന കാലുകൾ എനിക്ക് വ്യക്തമായി എൻ്റെ കണ്ണുകൊണ്ട് ഗുഹയ്ക്കുള്ളിലിരുന്ന് എനിക്ക് കാണാൻ കഴിയും. ആ രൂപത്തിൽ ശത്രുക്കൾ അടുത്തെത്തി.
ഞാൻ റസൂലിനോട് ചോദിച്ചു, ഫഖുൽതു യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് താഴേക്ക് നോക്കിയാൽ, ഒന്ന് ആ ഗുഹയുടെ തുറന്ന സ്ഥലത്തു കൂടി നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ മതി, വേറെ ഒന്നും ഇനി ബാക്കിയില്ല, അത്രത്തോളം അടുത്തെത്തി, അവിടേക്ക് ഒന്ന് നോക്കിയാൽ കാണാവുന്ന അത്ര അകലത്തിൽ വളരെ അടുത്ത് മക്കയിൽ മുശ്രിക്കുകൾ റസൂലിനെ തിരഞ്ഞ് എത്തി എന്നാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മധൈര്യത്തിൻ്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള തവക്കുലിൻ്റെയും ഏറ്റവും അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ മാതൃക നമ്മൾ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസരത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉസ്കുതി യാ അബൂബക്കർ, അബൂബക്കർ മിണ്ടാതിരിക്കുക, നിശബ്ദനായിരിക്കും, ഇസ്നാനി അല്ലാഹു സാലിസുഹുമാ, രണ്ടാളുകൾ, അവരോടൊപ്പം മൂന്നാമതായി അള്ളാഹു ഉണ്ടെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നർത്ഥത്തിലുള്ള ചോദ്യമാണ്, എന്നർത്ഥത്തിലുള്ള ഉത്തരമാണത്. മൂന്നാമതനായി അള്ളാഹു ഉണ്ടായിരിക്കുക. മറ്റൊരു റിവായത്തിൽ കാണാം, മാ ദന്നുക യാ അബൂബക്കർ, അബൂബക്കർ നീ എന്താ കരുതിയത്, അബൂബക്കർ നിന്റെ മനസ്സിൽ എന്താണ്, ബിസ്നൈൻ, നമ്മൾ രണ്ടുപേരെക്കുറിച്ച് അബൂബക്കർ നീ എന്താണ് വിചാരിക്കുന്നത്, അള്ളാഹു സാലിസുഹുമ, നമ്മുടെ രണ്ടുപേരോടൊപ്പം മൂന്നാമതായി റബ്ബുണ്ടല്ലോ, അള്ളാഹു ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെ രണ്ടുപേരെക്കുറിച്ച് നീ എന്താണ് ഇങ്ങനെ വിചാരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിക്കുക, അന്ന് ഭൗതികമായി ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും വശത്ത് നിന്ന് എന്തെങ്കിലും ഒരു രക്ഷാ സംവിധാനം റസൂലൊന്ന് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുക. മക്കയിലുള്ള 10 വർഷത്തെ ചരിത്രം നമ്മളിപ്പോൾ മൊത്തത്തിലൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ആ ഒരു അവസരത്തിൽ മക്കയിൽ നിന്ന് മൈലുകളോളം അപ്പുറത്തുള്ള സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന റസൂലിന് സഹായത്തിനായി എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അള്ളാഹു അല്ലാതെ, റബ്ബിൻ്റെ സഹായമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകങ്ങൾ പറയുന്നത്. അത് നമുക്കുള്ള ഏറ്റവും വലിയ പാഠം കൂടിയാണ്. ഏത് സന്ദർഭത്തിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള പാഠം, അള്ളാഹു നമ്മളെ സഹായിക്കും എന്നുള്ള പാഠം, നമ്മൾ ശരിയായ ആദർശത്തിലാണ് എങ്കിൽ, നമ്മൾ ഈ ദീനിനാണ് നമ്മൾ മുൻഗണന നൽകുന്നത് എങ്കിൽ, ഈ ദീനിന് വേണ്ടി നമ്മൾ ഒരടിയാണ് മുൻപോട്ട് വെക്കുന്നതെങ്കിൽ പോലും അവിടെ നമുക്ക് റബ്ബിൻ്റെ സഹായം ഉണ്ടാകും. എപ്പോഴൊക്കെ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന്, ആദർശത്തിൽ നമ്മൾ പിന്നോട്ട് മാറുന്നോ, അള്ളാഹുവിൻ്റെ തവക്കുലിൽ നമുക്ക് ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നോ, അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കുറച്ചുകൂടി നമ്മളെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്ത ആ പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തായി ഉൾപ്പെടുത്തി. ലോകാവസാനം വരേക്കുമുള്ള നമ്മൾ അടക്കമുള്ള വിശ്വാസം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ 7 ഇലത്ത് പോലും എത്താത്ത വിശ്വാസികൾ പോലും ആ വിശ്വാസത്തിൻ്റെ തീവ്രതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ച ധൈര്യവും അള്ളാഹുവിനുള്ള തവക്കുലും മനസ്സിലാക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. സൂറത്ത് തൗബയിൽ 40-ാമത്തെ ആയത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയത് ഈ സന്ദർഭമാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ, നിങ്ങളൊക്കെ സഹായിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, മക്കയിലെ കാഫിരിങ്ങൾ പ്രവാചകനെ പുറത്താക്കിയപ്പോൾ, സാനി യസ്നൈൻ, അങ്ങനെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുവരും സൗർ ഗുഹയിലായിരുന്നപ്പോൾ, ഇദ് ഹുമാ ഫിൽ ഗാർ, അവരങ്ങനെ ഗുഹയ്ക്കുള്ളിലായിരുന്നപ്പോൾ, ഇത് യഖൂലു ലി സാഹിബി, അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ട അബൂബക്കർ, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന പാഠം. ആ ഒരു ആയത്ത് നമ്മൾ പൂർണ്ണമായി പഠിച്ചില്ലെങ്കിലും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന ഭാഗം നമ്മുടെ മനസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കേണ്ട ഒരു ആയത്താണ്, ഒരായത്തിൻ്റെ ഭാഗമാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന ഒരൊറ്റ വാചകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിനോട് തന്നെ പറയാൻ പറ്റിയ ഒരു വാചകമാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കരുത്, വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ് ആ വാചകത്തിൻ്റെ ശരിയായ അർത്ഥം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമാധാനം ഇറക്കി കൊടുക്കുകയും സമാധാനം ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആളുകൾക്ക് കാണാൻ കഴിയാത്ത അഥവാ മലക്കുകളെ കൊണ്ട്, അള്ളാഹുവിൻ്റെ സൈന്യത്തെ കൊണ്ട് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഒരു മുഅ്ജിസത്തിൽപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. കാരണം 1-2 ചുവട് മാത്രം അടുത്തു നിന്നാണ് റസൂലിനെ പിടിക്കാൻ വന്ന ശത്രുക്കൾ അന്ന് മടങ്ങിപ്പോകുന്നത്.